കഴിഞ്ഞ തവണ ഞാൻ ഇത് ഉപയോഗിച്ചപ്പോൾ നല്ല വിളവ് ലഭിച്ചു. അതുകൊണ്ടാണ് ഇത്തവണയും ഇത് ഉപയോഗിക്കുന്നത് തുടരാൻ ഞാൻ തീരുമാനിച്ചത്. വിളയുടെ വളർച്ച വളരെ മികച്ചതാണ്. രാസവളങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാൾ അഭിമാൻ ഉപയോഗിച്ചാണ് എനിക്ക് നല്ല വളർച്ച ലഭിച്ചത്. വേരുകൾ ചെടികളിൽ നന്നായി വേരൂന്നിയതാണ്. വേരുകൾ ഉറച്ചു നിൽക്കുന്നു. ഈ അഭിമാൻ എനിക്ക് മറ്റെന്തിനേക്കാളും മികച്ച ഫലങ്ങൾ നൽകി. എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് കുമാർ. ഞാൻ തെങ്കാശി ജില്ലയിലെ ആയിരപ്പേരി ഗ്രാമത്തിൽ നിന്നാണ്. ഞാനിപ്പോൾ ചെറിയ ഉള്ളി കൃഷി ചെയ്യുന്നു. ഈ വിള നടുന്നതിനു മുമ്പ് ഞങ്ങൾ ആദ്യം വയലിൽ ചാണകവളം വിതറുന്നു. അതിനുശേഷം ഒരു റോട്ടവേറ്റർ ഉപയോഗിച്ച് ഞങ്ങൾ നിലം നന്നായി തയ്യാറാക്കി. പിന്നീട് ഒരു ആളെ ഉപയോഗിച്ച് ഞങ്ങൾ നിലം ഉഴുത ഉടനെ നടരുത്. മണ്ണ് നന്നായി ഉണങ്ങാൻ ഞങ്ങൾ 4 ദിവസം കാത്തിരുന്നു. അതിനുശേഷം മാത്രമേ ഉള്ളി നട്ടുപിടിപ്പിച്ചുള്ളൂ. നിലവിൽ 40 സെന്റ് സ്ഥലത്ത് ഞാൻ ഈ കൃഷി ചെയ്തിട്ടുണ്ട്. നട്ട് 15-ാം ദിവസം ഞാൻ അഭിമാൻ നൽകി. അഭിമാൻ നൽകിയ ശേഷം വിളയുടെ വളർച്ച വളരെ മികച്ചതായിരുന്നു. അതിനുശേഷം അടുത്ത ഘട്ടമായി ഞാൻ ഓബക്സ് നൽകാൻ പോകുന്നു. നിങ്ങൾ ഓബക്സ് നൽകിയാൽ കായ്കൾ കൂടുതൽ നന്നായി വളരും. കാരണം എനിക്ക് മുമ്പ് ഇത് ഉപയോഗിച്ച പരിചയമുണ്ട്. ഈ കാലയളവിൽ ഓബക്സ് നൽകിയാൽ കായ്കൾ നന്നായി വളരുകയും നല്ല നിറം ലഭിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് അനുഭവമുണ്ട്. ഞാൻ അവസാനമായി ഇത് ഉപയോഗിച്ചപ്പോൾ എനിക്ക് നല്ല വിളവ് ലഭിച്ചു. അതുകൊണ്ടാണ് ഇത്തവണ അത് ഉപയോഗിക്കുന്നത് തുടരാൻ ഞാൻ തീരുമാനിച്ചത്. വിളയുടെ വളർച്ച വളരെ നല്ലതാണ്. രാസവളങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാൾ അഭിമാൻ ഉപയോഗിക്കുന്നതിലൂടെ എനിക്ക് നല്ല വളർച്ച ലഭിച്ചു. ചെടികളിൽ നന്നായി വളരുന്നു. തണ്ടുകൾ ഉറച്ചു നിൽക്കുന്നു. ഈ അഭിമാൻ എനിക്ക് മറ്റേതിനേക്കാളും മികച്ച ഫലങ്ങൾ നൽകി. കഴിഞ്ഞ വർഷവും ഞാൻ ഇത് തന്നെ ഉപയോഗിച്ചു. അന്ന് നല്ല ഫലങ്ങൾ ലഭിച്ചതിനാൽ ഈ വർഷവും ഞാൻ അതേ രീതി പിന്തുടരുന്നു.